അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഭിന്നത തുടരുന്നു. സോണിയ പങ്കെടുത്തേക്കുമെന്ന രീതിയിലുള്ള സൂചനകൾ ലഭിക്കുമ്പോഴും വിവിധ പിസിസികൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെത്തും. 11,100 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദില്ലിയിൽ നിന്നും പി ജെ അരുൺ ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. അരുൺ, പ്രധാനമായും ആദ്യം തന്നെ അറിയേണ്ടത് സോണിയാഗാന്ധി ഈ പ്രതിഷ്ഠ തീർച്ചയായും പറഞ്ഞോളൂ. കീർത്തി, പ്രധാനമായും കോൺഗ്രസിൻ്റെ ഈ നിലപാട് തന്നെയാണ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. കാരണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടരുന്ന ഒരു മൗനം പലപ്പോഴും നേതാക്കൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഇതുവരെയും ഇതിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല. മുതിർന്ന നേതാവായ സോണിയാഗാന്ധി ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുമെങ്കിലും ഇതിൽ കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ജയറാം രമേശ് ഇന്നലെ വ്യക്തമാക്കിയത്. കാരണം പല രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ നേതാക്കളിൽ നിന്നും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ നേതാക്കന്മാർ പല രീതിയിലുള്ള ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഇക്കാര്യത്തിൽ അയോധ്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഇതിൽ ഒരു പരസ്യമായ പ്രതികരണം ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. കൂടാതെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് പറയുമെങ്കിലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല അവ്യക്തത തുടരുകയാണ്. കാരണം ഇതിൽ പങ്കെടുക്കാതിരുന്നാൽ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളുടെ ഒരു പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ചെറിയ രീതിയിലെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെയിലുണ്ട്. കാരണം ഇതിൽ കൃത്യമായ ഒരു നിലപാട് ഇപ്പോഴും സ്വീകരിക്കാത്തത് നേതാക്കൾക്കിടയിൽ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം 2 ദിവസം മുമ്പ് AICC ഓഫീസിൽ KC വേണുഗോപാലിനോട് ഇതേക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഒരു വാക്കൊന്നും മിണ്ടാനോ കഴിഞ്ഞില്ല. പക്ഷേ കേരളത്തിൽ പല രീതിയിലുള്ള നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ശശി തരൂർ ഇന്നലെ പറഞ്ഞിരുന്നത്, ശശി തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്ത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹിന്ദു ഹൃദയ രാഷ്ട്രത്തിൻ്റെ ഹിന്ദു സാമ്രാട്ടായി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള BJPയുടെ നിലപാടായിരിക്കും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരിക. കാരണം ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങോടുകൂടി ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു നിലപാടും വന്നിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കൂട്ടി വായിച്ചാൽ അറിയാം, ഇന്ത്യ മുന്നണിക്ക് അകത്ത് തന്നെ പല രീതിയിലുള്ള ഭിന്നത ഇപ്പോൾ വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുന ഖർഗെക്കും പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതിൽ കൃത്യമായ രീതിയിൽ ഇത് എപ്പോഴാണ് പങ്കെടുക്കുമോ ഇല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു അഭിപ്രായമോ പ്രതികരണമോ നൽകുവാൻ ഇതുവരെയും നേതാക്കൾ തയ്യാറാക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല രീതിയിലുള്ള പരസ്യ പ്രകടനങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ ഇനി ആ ഒരു പരസ്യ പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അറിയിപ്പ് വരുന്നതുവരെ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ കേരളത്തിലെ മറ്റ് സംസ്ഥാന നേതാക്കളെയും മറ്റ് AICC അംഗങ്ങളെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ തുടരുകയാണ്. അതേസമയമാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തി ഇന്ന് റോഡ് ഷോ ഉൾപ്പെടെ ഉള്ളത് എന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടികളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം, ആ പരിപാടികളിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അപ്പോൾ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്നും പങ്കെടുക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള പല രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു BJP ഇതൊരു രാഷ്ട്രീയ തന്ത്രമായി കൂടി കാണുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. പങ്കെടുത്താലും അത് കോൺഗ്രസിന് തിരിച്ചടിയാകും, പങ്കെടുത്തില്ലെങ്കിലും അത് തിരിച്ചടിയാകും എന്നൊരു സാഹചര്യമല്ലേ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ളത്? കീർത്തി, ഇതിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി ഇവർ ഇതിൽ പങ്കെടുത്താൽ തന്നെ ഇതിൽ കൃത്യമായ ഒരു സമയത്ത് ഇതിൽ മറുപടി അറിയിക്കാനാവാത്തത് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കാനാവാത്തത് ഇപ്പോൾ തന്നെ പ്രതികൂലമായി കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യമായി അയോധ്യ വിഷയത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കൃത്യമായ നിലപാടെടുത്തത് CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആയിരുന്നു. അതിന് ആദ്യമായ നിലപാടെടുത്തതിന് ശേഷം മറ്റുള്ള നേതാക്കൾ മുന്നോട്ട് വന്നുവെങ്കിലും പല നേതാക്കളും പല രീതിയിലുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ
ഭാഗമായി നിൽക്കുന്ന നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ അതിലൊരു മറുപടി അറിയിക്കാത്തത് എന്തായാലും ഈ ഒരു മുന്നണിക്കകത്തും പ്രത്യേകിച്ച് കോൺഗ്രസ് അണികൾക്കിടയിലും എന്തിനു പറയുന്നു, കാരണം നേതൃത്വത്തിൻ്റെ ഇടയിൽ പോലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറയാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യമാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് BJPയുടെ രാഷ്ട്രീയക്കിടയിൽ വീഴരുത് കോൺഗ്രസ് എന്നുള്ള ഒരു നിലപാടും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു കൃത്യമായ ഒരു സമയത്ത് നിലപാട് അറിയിക്കുമെന്നുള്ള ഒരു അറിയിപ്പ് വന്നതോടുകൂടി ഇനി എന്നാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം എന്തായാലും രാഷ്ട്രീയ തലങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ച വരും. കാരണം ഇന്ത്യ മുന്നണിക്കകത്തും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച വരുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. കാരണം ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും വലിയ രീതിയിലുള്ള കാരണം ഇന്ത്യ മുന്നണിയെ ഉയർത്തിക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മറ്റ് BJPയുടെ ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ തന്നെ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തുടരുന്ന ഒരു മൗനം വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേതൃത്വ നിരയിലും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ അഭിപ്രായം പറഞ്ഞത് കാരണം BJP ഒരുക്കുന്ന ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഇന്നലെ എക്സിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. കാരണം അതിൽ ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി അയോധ്യ ക്ഷേത്ര വിഷയം കഴിയുമ്പോൾ ആ ഒരു ഉദ്ഘാടന വിഷയം കഴിയുമ്പോൾ തന്നെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണവും നടത്തിക്കഴിഞ്ഞു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ മേധാവിയായ ജയറാം രമേശ് അതിൻ്റെ കൃത്യമായ രീതിയിൽ കോൺഗ്രസിൻ്റെ കൃത്യമായ ഒരു പ്രതികരണം അയോധ്യ വിഷയത്തിൽ പങ്കെടുക്കുമെന്നുള്ള രീതിയിൽ വരുമെന്നുള്ളത് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയിൽ തുടരുന്ന ഒരു അനൈക്യവും ഇക്കാര്യത്തിൽ തുടരുന്ന ഒരു അഭിപ്രായ സമത്വമില്ലായ്മയും വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാവും, തലവേദനയാവും. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. കാരണം ജനുവരി 22-നാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി അവിടെ റോഡ് ഷോ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നാടിയായി എന്തായാലും വലിയ രീതിയിൽ ഇതിൽ തുടരേണ്ട നടപടി എന്തെന്നുള്ളത് AICC ആസ്ഥാനം എന്തായാലും ചർച്ചകൾക്ക് വേദിയാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. കീർത്തി, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യം, പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടികൾ? അവിടെ കീർത്തി, വളരെ രീതിയിൽ മതപരമായ വിഘടനവാദം ഏർപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യം. കാരണം പല രീതിയിൽ മോദി റോഡ് ഷോ അന്ന് അവിടെ നടത്തുന്നുണ്ട്. 11:30 ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് നടത്തുക. ഇതിൽ പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആരോപിച്ചതായിരുന്നു ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മതപരമായ ചടങ്ങാണ് എന്നുള്ളത്. ആ ഒരു വസ്തുതയെ സാക്ഷീകരിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് അയോധ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുവശങ്ങളിലും കാവിക്കൊടികൾ മറ്റും പുതച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ പോകുന്ന വഴികളിലെല്ലാം നരേന്ദ്രമോദിക്കും കൂടാതെ BJP നേതാക്കൾക്കും RSS നേതാക്കൾക്കും വലിയ രീതിയിലുള്ള അവർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വർഗീയപരമായ മതപരമായ പോസ്റ്ററുകൾ നമുക്ക് എല്ലായിടത്തും കാണും. എന്തായാലും 11:30 ആരംഭിക്കുന്ന റോഡ് ഷോ അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയം പിന്നിടുമ്പോൾ പുതുതായി നിർമ്മിച്ചിട്ടുള്ള അയോധ്യ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും സമാപിക്കുക. 11,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്ത് പദ്ധതികളാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ അയോധ്യയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന അയോധ്യയെ ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്ന BJPക്ക് എന്തായാലും ഇതൊരു വലിയ രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ്. കാരണം അയോധ്യ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി RSS നേതൃത്വവും BJPയും മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണവും മതധ്രുവീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഈ ഒരു കർമ്മം നടത്തുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാം. കാരണം ഇതിൽ തന്നെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ക്ഷണക്കത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആശയക്കുഴപ്പം പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിജയമായി BJP കരുതുന്നു. എന്തായാലും 11:30 ഈ ഒരു റോഡ് ഷോ
അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് BJPയുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് വലിയ രീതിയിലുള്ള RSS പ്രവർത്തകരുടെയും ഇവരുടെയും ശ്രമം. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വലിയ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹൈന്ദവ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് തന്നെയാണ് RSSും BJPയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത്. കീർത്തി.